നാളെ നിങ്ങൾ +2 എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചിരിക്കേണ്ട കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ, ഹൈ വെയിറ്റേജ് ഉള്ള ടോപ്പിക്കുകൾ ഈ കാണുന്ന നോക്കിയാണ്. അതിൽ ഫസ്റ്റ് ആയിട്ടുള്ള ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻസ് ആണ്. സൊല്യൂഷൻസിലുള്ള ഹെൻറീസ് ലോ ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഒരുപാട് തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഹെൻറീസ് ലോന്റെ ഗ്രാഫ്, ഇക്വേഷൻ, ഒപ്പം തന്നെ ആപ്ലിക്കേഷൻസ്, 2 ആപ്ലിക്കേഷൻസ് മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. ഒരുപാട് തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. പിന്നെ റൗൾസ് ലോ, ഇക്വേഷൻസ്, ഗ്രാഫ്, എക്സാമ്പിൾ. ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ അവിടെ ഗ്രാഫ് വരും, ഒപ്പം തന്നെ എന്ത് വരും, അവർ നമ്മൾ ഇൻട്രാക്ഷൻ ചോദിക്കാറുണ്ട്. സൊല്യൂട്ട് ഇൻട്രാക്ഷൻ, സോൾവൻ ഇൻട്രാക്ഷൻ, സൊല്യൂട്ട് ഇൻട്രാക്ഷൻ്റെ ആ ഒരു ട്രെൻഡ് ചോദിക്കാറുണ്ട്. ആൻഡ് ഒപ്പം തന്നെ അവിടെ എക്സാമ്പിൾ മസ്റ്റായിട്ട് പഠിക്കണം. എക്സാമ്പിൾ ബേസ്ഡ് ആയിട്ട് തിരിച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ എക്സാമ്പിൾസ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഉള്ള ആൾക്കാർ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. ആദ്യത്തെ 3 കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എടുക്കുകയാണെങ്കിൽ ന്യൂമറിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക. എന്നാൽ ഓസ്മോട്ടിക് പ്രഷർ എടുക്കുന്ന സമയത്ത് നമുക്ക് അവിടുന്ന് ഒരുപാട് അഡീഷണൽ ക്വസ്റ്റ്യൻസ് വരും. എന്താണ് ഓസ്മോട്ടിക് പ്രഷർ, ഡിഫൈൻ ചെയ്യാൻ പറ്റും. അഡ്വാൻറ്റേജ് ചോദിക്കാറുണ്ട്. റിവേഴ്സ് ഓസ്മോസിസ് ഒരുപാട് തവണ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് സൊല്യൂഷനിൽ നോക്കാനുള്ളത്. അടുത്ത ഇലക്ട്രോ കെമിസ്ട്രി ആണ്. ഇലക്ട്രോ കെമിസ്ട്രിയിൽ നെയിൻസ്റ്റ് ഇക്വേഷൻ മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. നെയിൻസ്റ്റ് ഇക്വേഷൻ ഫോർ ഡാനിയൽ സെല്ല്, ഒപ്പം തന്നെ ഫ്യൂവൽ സെല്ല്, ബാറ്ററി. ഫ്യൂവൽ സെല്ല് ഒരുപാട് തവണ ക്വസ്റ്റ്യൻസ് വന്നുള്ള ടോപ്പിക്കാണ്. ബാറ്ററി ആണെങ്കിലും അതേപോലെ തന്നെയാണ്. ഇനി നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് കോൾട്രാഷ്യസ് ലോ ഒക്കെ പഠിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ മെയിനായിട്ട് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തിട്ട് ഇതുവരെ പഠിച്ചിട്ടില്ലെങ്കിൽ പഠിക്കേണ്ട ടോപ്പിക്സുകളാണ് ഈ പറഞ്ഞിട്ടുള്ള ആൾക്കാർ. കെമിക്കൽ കാനറ്റിക്സ് എടുക്കുകയാണെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഒരു 3 മാർക്കിന് 2 മാർക്കിനൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഒരു 3 പോയിന്റുകൾ വെച്ചിട്ട് എന്ത് ചെയ്യാൻ നോക്കുക, പഠിക്കാൻ നോക്കുക. ആൻഡ് ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ വിത്ത് ഗ്രാഫ്, 0 ഓർഡർ പഠിക്കുന്നുണ്ടെങ്കിൽ അതും നല്ലതാണ്, അതിൻ്റെ ഗ്രാഫ് പഠിക്കുക. ആൻഡ് ഹാഫ് ലൈഫ് പീരിയഡ് ഫോർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ന്യൂമറിക്കൽ ഒരുപാട് തവണ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അടുത്ത ആളാണ് DNF ബ്ലോക്ക് എലമെന്റ്സ്. DNF ബ്ലോക്ക് എലമെന്റ്സിൽ നമുക്ക് അറിയാം ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. മെയിനായിട്ട് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് പൊട്ടാഷ്യം ഡൈക്രോമേറ്റ്, നിങ്ങൾ ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. പൊട്ടാഷ്യം പെർമാംഗനേറ്റ്, അതിൻ്റെ ആണെങ്കിൽ പ്രിപ്പറേഷനും പ്രോപ്പർട്ടീസും എല്ലാം ആ രീതിയിൽ നോക്കുക. ആൻഡ് ആപ്ലിക്കേഷൻസ് ഓഫ് DNF ബ്ലോക്ക് എലമെന്റ്സ് ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള ടോപ്പിക്സ് ആണ് നമ്മൾ പറയുന്നത്. കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ നോമൻക്ലേച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. സ്ട്രക്ചറൽ ഐസോമെറിസം 2 ആൾക്കാരുണ്ട്, സ്റ്റീരിയോ ഉണ്ട്, സ്ട്രക്ചറൽ ഉണ്ട്. 2 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുള്ളത് സ്ട്രക്ചറൽ ഐസോമെറിസം ആണ്. ആൻഡ് ആപ്ലിക്കേഷൻസ് ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്, അതൊരു 2 പോയിന്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ 2 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതും എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് VBT ഒന്ന് പഠിക്കുന്നത് നന്നായിരിക്കും. പിന്നെ വെർണറിൻ്റെ ക്ലാസിഫിക്കേഷൻസ്, അതായത് പ്രൈമറി വാലൻസ്, സെക്കൻഡറി വാലൻസ്, നമ്മൾ ഡിഫറൻസ് ഒരു 2 മാർക്കിനൊക്കെ ആയിട്ട് ചോദിച്ചു കാണാറുണ്ട്. സോ ആ ടോപ്പിക്സുകളൊക്കെ ഒന്ന് നോക്കുക. അടുത്ത ഹാലോ ആൽക്കെൻസ് ആൻഡ് ഹാലോ അറീൻസ് ആണ്. സാൻവെയർ റിയാക്ഷൻസ്, ഡിഫറൻസ് ബിറ്റ്വീൻ SN1 ആൻഡ് SN2, SN1 ആൻഡ് SN2 ഒരുപാട് തവണ ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. ഹാലോജനേഷൻ, നൈട്രേഷൻ, സൾഫണേഷൻ, ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കലേഷൻ, ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ. ഓക്കെ, സോ ഇത്തരത്തിലുള്ള ടോപ്പിക്സുകളൊന്ന് നോക്കി വെക്കുക. പ്രൈമറി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ആരെങ്കിലും പഠിക്കാൻ വിട്ടിട്ടുണ്ടെങ്കിൽ ഇതിനെന്ത് ചെയ്യുക, ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ആൽക്കഹോൾ, ഫിനോൾസ് ആൻഡ് ഈതർ എടുക്കുകയാണെങ്കിൽ പ്രിപ്പറേഷൻ ഫ്രം ഗ്രിഗ്നാർ റിയേജന്റ്, നൈട്രേഷൻ ഓഫ് ഫിനോൾ, റിമർടൈമൻ റിയാക്ഷൻ, വില്യംസൺ സിന്തസിസ്. സോ മെയിൻലി നിങ്ങൾ അവിടെയുള്ള നെയിംഡ് റിയാക്ഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ആൻഡ് ഈ ഒരു ടോപ്പിക്സുകളൊക്കെ നല്ല രീതിയിൽ തന്നെ നോക്കുക. Aldehydes, ketones and carboxylic acid, Rosamond reduction, Guterman-Koch reaction, Itard reaction, Clemmensen reduction, Wolff-Kishner reduction, test to distinguish between aldehydes and ketones, Cannizzaro reaction. മെയിൻലി പറയുകയാണെങ്കിൽ ഈ ചാപ്റ്ററിലുള്ള എല്ലാ നെയിംഡ് റിയാക്ഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യണം, ഫസ്റ്റ് പ്രയോറിറ്റി എന്തായാലും കൊടുത്തിരിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, ബാക്കി ടോപ്പിക്സ് പഠിക്കേണ്ട എന്നല്ല പറഞ്ഞിട്ടുള്ളത്, ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക്സുകളാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അമൈൻസ് എടുക്കുകയാണെങ്കിൽ ഹോഫ്മാൻ ബ്രോമൈഡ് ഉണ്ട്, കാർബൽ അമൈൻ റിയാക്ഷൻ, ഹിൻസ്ബർഗ് ടെസ്റ്റ്, ഡയസോട്ടൈസേഷൻ. ഇനി ഫൈനലി ബയോമോളിക്യൂൾസിലേക്ക് പോകുകയാണെങ്കിൽ പ്രിപ്പറേഷൻ ഓഫ് ഗ്ലൂക്കോസ്, ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്, അത് ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. ഇൻവേർട്ട് ഷുഗർ, ഒപ്പം തന്നെ ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ, മൾട്ടിപ്പിൾ ടൈംസിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻസ് പഠിക്കുക. ഡിഫറൻസ് ബിറ്റ്വീൻ DNA ആൻഡ് RNA, ഒരു 2 അല്ലെങ്കിൽ 3 പോയിന്റ്സ് ഡിഫറൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് 2 മാർക്കിന് അല്ലെങ്കിൽ 3 മാർക്കിന് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. സോ വൈകിയ വേളയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി പഠിക്കേണ്ട ടോപ്പിക്സുകളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ബാക്കി ടോപ്പിക്സുകൾ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾ പഠിക്കുക, നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യുക.